നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. പുന്നൂർ അകലാട് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത മേൽപ്പാലത്തിന്റെ സുരക്ഷാ ഭിത്തിയുടെ സ്ലാബ് നിലം പതിച്ചു. വൻ അപകടം ഒഴിവായി ആവശ്യമായ സുരക്ഷാ നടപടികളില്ലാതെയും ബന്ധപ്പെട്ട കരാർ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെയും തൊഴിലാളികളെ മാത്രം നിർത്തിയാണ് പല സ്ഥലങ്ങളിലും പണികൾ നടക്കുന്നതെന്ന് ആക്ഷേപം. ചാവക്കാട് മണത്തലയിൽ ട്രെയിലർ ലോറിയിൽ തട്ടി സ്കൂട്ടർ മറിഞ്ഞ അപകടം. സ്കൂട്ടർ യാത്രികൻ മരിച്ചു. എടക്കഴിയൂർ സ്വദേശി ഉണ്ണീൻ കണ്ടത്ത വീട്ടിൽ 76 വയസ്സുള്ള അബ്ദുൽ ഖാദറാണ് മരിച്ചത്. രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് രാജ്യത്തെ പട്ടിണിക്കാരുടെ 1-ാം നമ്പറിൽ എത്തിച്ചത് മോദിയുടെ ഭരണനേട്ടമാണെന്നും കെ രാധാകൃഷ്ണൻ MP. KSRTEA CITU തൃശൂർ ജില്ലാ സമ്മേളനം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പുന്നൂർ അകലാട് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത മേൽപ്പാലത്തിന്റെ സുരക്ഷാ ഭിത്തിയുടെ സ്ലാബ് നിലം പതിച്ചു. വൻ അപകടം ഒഴിവായി. അകലാട് ബദർപള്ളിക്ക് സമീപം ഞായറാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. ദേശീയപാത അണ്ടർപാസിനായി പാലത്തിന്റെ നിർമ്മാണം കഴിഞ്ഞിരുന്നുവെങ്കിലും ഇരു റോഡുകളിലുമായി ബന്ധിപ്പിച്ചിരുന്നില്ല. ഇതിന്റെ പണി പുരോഗമിക്കുന്നതിനിടയിലാണ് വളരെ ഉയരത്തിൽ സ്ഥാപിച്ചിരുന്ന ഭിത്തി സർവീസ് റോഡിലേക്ക് നിലം പൊത്തിയത്. സംഭവ സമയം വാഹനങ്ങൾ കടന്നുപോയെങ്കിലും തലനാരിഴയ്ക്ക് വൻ ദുരന്തം ഒഴിവായി. മുകളിൽ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന JCBയുടെ പുറകുവശം തട്ടിയതാണ് അപകടത്തിന് കാരണമായതെന്ന് കരുതുന്നു. ഇത് 2-ാം തവണയാണ് ഇത്തരത്തിൽ സ്ലാബ് റോഡിലേക്ക് വീഴുന്നത്. സുരക്ഷാ സംവിധാനം ഒരുക്കാതെ ഇത്തരത്തിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തികൾക്കെതിരെ നാട്ടുകാരിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ആവശ്യമായ സുരക്ഷാ നടപടികളില്ലാതെയും ബന്ധപ്പെട്ട കരാർ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെയും തൊഴിലാളികളെ മാത്രം നിർത്തിയാണ് പല സ്ഥലങ്ങളിലും പണികൾ നടക്കുന്നത് എന്നാണ് ആക്ഷേപം. രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും രാജ്യത്തെ പട്ടിണിക്കാരുടെ 1-ാം നമ്പറിൽ എത്തിച്ചത് മോദിയുടെ ഭരണനേട്ടമാണെന്നും കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. KSRTEA CITU തൃശൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി എന്താണെന്ന് നമ്മളെല്ലാവരും ചർച്ച ചെയ്തു പോകുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്റല്ല. കേന്ദ്ര ഭരണകൂടം ഹിന്ദു വർഗീയ ഫാസിസ്റ്റുകളുടെ കയ്യിൽ ലഭിച്ചതിന് ശേഷം എങ്ങനെ തൊഴിലാളികളുടെ സംഘടിത ശക്തിയെ തകർക്കാൻ കഴിയുമെന്നുള്ള പരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹിക പെൻഷൻ വിതരണത്തിലും മറ്റ് ജനസേവന രംഗത്തും പ്രതിസന്ധി വരുത്തി ജനങ്ങളെ സംസ്ഥാന സർക്കാരുകൾക്ക് എതിരാക്കാനുള്ള സമീപനത്തിന്റെ ഭാഗമായാണ് കേന്ദ്രത്തിന്റെ ഇന്നു കാണുന്ന സാമ്പത്തിക ഞെരുക്കങ്ങൾ. പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുന്ന നിലപാടിനെ കോൺഗ്രസും ഒത്തുചേരുകയാണെന്നും തൊഴിലാളി സംഘടനകളെ തകർക്കുകയും തൊഴിലാളികളെ ഭിന്നിപ്പിച്ച് തൊഴിലിടങ്ങൾ ഇല്ലാതാക്കുന്ന നിലപാടുകളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ ഫ്രീഡം ഹാളിൽ VS അച്യുതാനന്ദൻ നഗറിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് TS മഞ്ജുഷ് അധ്യക്ഷനായി. KK ഷിജു രക്തസാക്ഷി പ്രമേയവും നിഖിൽ രാത് VS അച്യുതാനന്ദൻ അനുശോചനവും KK രാജേഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി പ്രബീൻ പ്രഭാകരൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ സിംബാദ് ഗംഗാധരൻ വരവ് ചെലവ് കണക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. MLA NK അക്ബർ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസ്, CITU ജില്ലാ കമ്മിറ്റി അംഗം IK വിഷ്ണുദാസ്, KSRTEA സംസ്ഥാന ട്രഷറർ PA ജോജോ, സംസ്ഥാന സെക്രട്ടറി ജിനുകുമാർ, VM വിനുമോൻ, സംഘാടക സമിതി കൺവീനർ സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് മണത്തലയിൽ ട്രെയിലർ ലോറിയിൽ തട്ടി സ്കൂട്ടർ മറിഞ്ഞ അപകടം. സ്കൂട്ടർ യാത്രികൻ മരിച്ചു. എടക്കഴിയൂർ സ്വദേശി ഉണ്ണീൻ കണ്ടത്ത വീട്ടിൽ 76 വയസ്സുള്ള അബ്ദുൽ ഖാദറാണ് മരിച്ചത്. അപകടം നടന്നയുടൻ ചാവക്കാട് ബറ്റാലിയൻ ആംബുലൻസ് പ്രവർത്തകർ അബ്ദുൽ ഖാദറിനെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു. മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 7 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. കേസിലെ 1-ാം പ്രതി കുന്നംകുളം തെക്കേ അങ്ങാടി പഴുന്നാന വീട്ടിൽ 39 വയസ്സുള്ള ജെറീഷിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി 7 വർഷം കഠിന തടവിനും 5000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. പോർക്കുളത്ത് താമസിക്കുന്ന മേക്കാട്ടുകുളം വീട്ടിൽ ബിനോയിയെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വിധി. 2019 ഒക്ടോബർ 1 പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം. ജെറിഷും മറ്റു പ്രതികളായ കുന്നംകുളം മേലങ്ങാടി കൊള്ളന്നൂർ വീട്ടിൽ സ്റ്റിൻസൺ എന്ന ഡാഡു, കക്കാട് കാക്കശ്ശേരി വീട്ടിൽ ബെൻലി സെബാസ്റ്റ്യൻ എന്നിവർ
ബൈക്കിലെത്തി ബിനോയിയെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ബിനോയിയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. പിന്നീട് മറ്റു പല അസുഖങ്ങളും മൂലം വിചാരണയ്ക്ക് മുമ്പേ ബിനോയ് മരിച്ചിരുന്നു. സംഭവം കണ്ടുനിന്ന ഏക ദൃക്സാക്ഷിയുടെ മൊഴി വിശ്വാസത്തിലെടുത്താണ് കോടതി ശിക്ഷ വിധിച്ചത്. കേസിലെ മറ്റു പ്രതികൾ ഒളിവിലാണ്. ശിക്ഷിക്കപ്പെട്ട ജെറിഷ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കാപ്പ നിയമം ലംഘിച്ചതിൽ തടവിൽ കഴിഞ്ഞുവരുന്നയാളുമാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന VS സന്തോഷ് പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ ഹാജരായി. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PJ സാജൻ പ്രോസിക്യൂഷനെ സഹായിച്ചു. കേച്ചേരി പെട്രോൾ പമ്പിന് സമീപം 3 ബൈക്കുകൾ കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. അപകടത്തിൽ പരിക്കേറ്റ ഏഴാങ്കല്ല് പുറ്റേക്കര സ്വദേശികളായ പനക്കൽ വീട്ടിൽ ജ്യോതിഷ് കുമാർ, മകൻ ആശിഷ്, എരുമപ്പെട്ടി ആറ്റത്തറ സ്വദേശികളായ ചിരിയങ്കണ്ടത്ത് വീട്ടിൽ ടോണി, മകൻ ജെറിൻ, പുലിക്കോട്ടിൽ വീട്ടിൽ സെബാസ്റ്റ്യൻ, മകൻ സാവൂസ്, മുണ്ടൂർ സ്വദേശി എലുവത്തിങ്കൽ വീട്ടിൽ ചുമ്മാർ, മകൻ ഷിബി എന്നിവരെ കേച്ചേരി ആക്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ കുന്നംകുളം റോഡിൽ ഇരുദിശകളിൽ നിന്നായി വന്ന ബൈക്കുകളാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർ നേതൃത്വം നൽകി. സംസ്ഥാന മണ്ണു പരിവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തൃശൂർ ജില്ലാ സോയിൽ സർവേ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്തിൽ മാതൃക നേന്ത്രവാഴത്തോട്ടത്തിന്റെ വിളവെടുപ്പ് നടന്നു. എരുമപ്പെട്ടി മങ്ങാട് കൊരവൻകുഴി ബാബു എന്ന കർഷകന്റെ 40 സെന്റ് സ്ഥലത്ത് 400 നേന്ത്രവാഴകളാണ് കൃഷി ചെയ്തിട്ടുള്ളത്. മണ്ണ് സാമ്പിൾ പരിശോധിച്ച് ലഭിച്ച റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ജൈവവളങ്ങൾ ഉപയോഗിച്ചാണ് കൃഷി നടത്തിയത്. വിളവെടുപ്പിനോടനുബന്ധിച്ച് സെമിനാറും കർഷക ആദരണവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി. തൃശൂർ സോയിൽ സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ NM ധന്യ പദ്ധതി വിശദീകരണം നടത്തി. ഉത്തരമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ CB ദീപ, കേരള കാർഷിക സർവകലാശാല കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഗവാസ് രാജേഷ് എന്നിവർ സെമിനാർ നയിച്ചു. മാതൃക നേന്ത്രവാഴ കർഷകൻ ബാബു മങ്ങാട്, ഹൈടെക് വാഴ കർഷകൻ രാജനാരായണൻ എന്നിവരെ ആദരിച്ചു. മുൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ CV രമേശ് കുമാർ, തൃശൂർ സോയിൽ സർവേ ഓഫീസർ MA സുധീർ ബാബു, എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗങ്ങളായ MK ജോസ്, സ്വപ്ന പ്രദീപ്, മാഗി അലൂഷ്യസ്, MC ഐജു, തൃശൂർ സോയിൽ സർവേ ഓഫീസർ KS ഹൃദയ എന്നിവർ സംസാരിച്ചു. സ്ത്രീ ശാക്തീകരണത്തിനും പാർലമെന്ററി പ്രാതിനിധ്യത്തിനും വേണ്ടി നടത്തുന്ന സമരങ്ങൾക്ക് ശക്തി പകരുവാൻ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിത്വത്തിലേക്കും നേതൃസ്ഥാനങ്ങളിലേക്കും സ്ത്രീകളെ ബോധപൂർവം തെരഞ്ഞെടുക്കണമെന്ന് നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അനിത കുന്നത്ത് അഭിപ്രായപ്പെട്ടു. കുന്നംകുളം ലിവാ ടവറിൽ നടന്ന നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള ബിൽ നിയമമാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. NMC ജില്ലാ പ്രസിഡന്റ് അണിമ രാജേഷ് അധ്യക്ഷത വഹിച്ചു. NMC അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി M പത്മനി ടീച്ചർ മുഖ്യാതിഥിയായി. അഡ്വക്കേറ്റ് രഘു K മാരാത്ത്, അഡ്വക്കേറ്റ് എൽസായു അംബ്രയിൽ, VM നയന എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. എരുമപ്പെട്ടി INTUC ചുമട്ടുതൊഴിലാളി യൂണിയൻ അംഗങ്ങൾക്ക് ഓണക്കിറ്റും ധനസഹായവും വിതരണം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS സുനീഷ് അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, INTUC മണ്ഡലം പ്രസിഡന്റ് സുന്ദരം ചിറ്റണ്ട, യൂണിയൻ സെക്രട്ടറി MC ഐജു, ജോയിന്റ് സെക്രട്ടറി MM സിറാജുദ്ദീൻ, ലീഡർ TM വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. ET ഫിലിപ്പ്, NM ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് കേസായപ്പോൾ CPM ബ്രാഞ്ച് സെക്രട്ടറി 1-ാം പ്രതിയായി. പുന്നൂർ ഒറ്റൈനി ബ്രാഞ്ച് സെക്രട്ടറി തയ്യിൽ ഹാഷിമാണ് കേസിൽപ്പെട്ടത്. വാറന്റ് ആയതിനെ തുടർന്നാണ് കേസുള്ള വിവരം ഹാഷിം അറിയുന്നത്. തന്നെ യൂത്ത് കോൺഗ്രസുകാർ മനഃപൂർവ്വം പ്രതി ചേർത്തതാണെന്ന് ആരോപിച്ച് ഹാഷിം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. 2018 യൂത്ത് കോൺഗ്രസും KSU നടത്തിയ സമരത്തെ തുടർന്നാണ് അയ്യന്തോൾ പോലീസ് ഹാഷിമിനെ 1-ാം പ്രതിയാക്കി കേസെടുത്തത്. കേസിൽ ഹാജരാകാത്തതിനാൽ അറസ്റ്റ് വാറന്റ് ആയെന്നും ഉടൻ സ്റ്റേഷനിൽ ഹാജരാകണമെന്നും ആവശ്യപ്പെട്ട് അയ്യന്തോൾ സ്റ്റേഷനിലെ പോലീസുകാരൻ വിളിച്ചപ്പോഴാണ് ഹാഷിം വിവരം അറിയുന്നത്. കേസിലെ മറ്റു പ്രതികളെല്ലാം കോൺഗ്രസുകാരാണെന്ന് തന്റെ പേരും വിലാസവും അറിയാവുന്ന കോൺഗ്രസ് പ്രവർത്തകരോ പോലീസുകാരോ ബോധപൂർവം തന്നെ കേസിൽ കുടുക്കി എന്നാണ് പരാതിയിൽ പറയുന്നത്. പുന്നൂർകുളം പഞ്ചായത്തിലെ 165 വർഷത്തിലേറെ പഴക്കമുള്ള അണ്ടത്തോട് GMLP സ്കൂളിനെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിച്ചു. സർക്കാരിന്റെ ബജറ്റ് വിഹിതം 1 കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മഞ്ജു റിപ്പോർട്ട് അവതരിപ്പിച്ചു.
വാർഡംഗങ്ങളായ ബുഷറ നൌഷാദ്, ശോഭ പ്രേമൻ, PTA പ്രസിഡന്റ് KK താഹിർ എന്നിവർ പങ്കെടുത്തു. നിലവിലെ കെട്ടിടത്തിന് മുകളിൽ ഒരു നില കൂടിയാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. 3714 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 4 ക്ലാസ് മുറി, ശുചിമുറി, ഓഫീസ് മുറി എന്നിവ ഉണ്ടാകും. 10 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് തീരുമാനം. അടുത്ത ഘട്ടത്തിൽ 2 കോടിയുടെ നിർമ്മാണത്തിന് ഭരണാനുമതിയായിട്ടുണ്ട്. ഇതിൽ ക്ലാസ് മുറികളുള്ള കെട്ടിടം, മുറ്റം, കട്ടവിരിക്കൽ, അടുക്കള, ചുറ്റുമതിൽ, ഹാൾ എന്നിവ ഉണ്ടാകും. 165 വർഷത്തോളം വാടക കെട്ടിടത്തിൽ കഴിഞ്ഞിരുന്ന സ്കൂൾ ഈ വർഷത്തിലാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത്. 99.5 ലക്ഷം MLA ഫണ്ടും 82.8 ലക്ഷം കേന്ദ്ര റർബൻ മിഷൻ പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചതാണ് കെട്ടിടം നിർമ്മിച്ചത്. ഇനി നടക്കാൻ പോകുന്നത് ഉൾപ്പെടെ 4.82 കോടി രൂപയാണ് സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ലഭിച്ചത്. ചടങ്ങിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ സ്വാഗതവും സ്കൂൾ പ്രധാന അധ്യാപിക KK ഷക്കീല നന്ദിയും പറഞ്ഞു. അതേസമയം പരിപാടിയുടെ നോട്ടീസിൽ നിന്നും 18ാം വാർഡ് മെമ്പറും സ്കൂൾ SSG ചെയർമാനുമായ PS അലിയുടെ പേരുമാത്രം ഒഴിവാക്കിയത് വിവാദമായിട്ടുണ്ട്. ഭരണകക്ഷി മെമ്പറുടെ പേരൊഴിവാക്കി പകരം 17ാം വാർഡ് മുൻ മെമ്പർ നൌഷാദിന്റെ പേര് കയറ്റിയതായാണ് ആക്ഷേപം. ദേശീയപാതയുടെ തകർന്ന സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാത്ത ഹൈവേ അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ ഹൈവേ പിക്കറ്റിംഗും പ്രകടനവും നടത്തി. അണ്ടത്തോട് സെൻട്രലിൽ നടന്ന യോഗം വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി റക്കീബ് K തറയിൽ ഉദ്ഘാടനം ചെയ്തു. ലത്തീഫ് കോലയിൽ അധ്യക്ഷത വഹിച്ചു. V അബ്ദുസമദ്, ഹുസൈൻ അണ്ടത്തോട്, M അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. സിറാജ് പാപ്പാളി, സാദിഖ് ഉമർ പുന്നേറുക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. തായം കളിയുടെ ആരവത്തിലും ആവേശത്തിലും അലിഞ്ഞ കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല അങ്കണത്തിൽ സജ്ജമാക്കിയ പ്രത്യേക വേദിയിലാണ് കളിക്കാർക്കും കാണികൾക്കും ആവേശമായ തായംകളി മത്സരം അരങ്ങേറുന്നത്. ഓണക്കാലത്ത് നേരമിരട്ടിയാൽ കണ്ടാണശ്ശേരി തട്ടകത്തുള്ളവരുടെയെല്ലാം ശ്രദ്ധ തായംകളി പന്തലിലാണ്. അവിടുത്തെ രാവിനെ കളിയുത്സവത്തിന്റെ ആരവമുണ്ട്. 50 വർഷമായുള്ള തായംകളി പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം തായംകളി. തായംകളി മത്സരത്തിന്റെ ഉദ്ഘാടനം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് ബാലകൃഷ്ണൻ നരിയമ്പുള്ളി അധ്യക്ഷനായി. വായനശാല മുറ്റത്ത് വലിയ പന്തലിലാണ് കളിയരങ്ങ്. വൈകിട്ട് 7-നാണ് കളി തുടങ്ങുക. നിലത്ത് കളിക്കുന്നതിനു ചുറ്റും കളിക്കാർ ഇരിക്കും. ചുറ്റും കെട്ടിയ ബാരിക്കേഡുകൾക്ക് ചുറ്റും തടിച്ചുകൂടുന്ന കളിപ്രേമികൾ ഓരോ മത്സരത്തെയും ആവേശത്തിലാക്കും. കളി നിയന്ത്രിക്കാൻ റഫറിമാരുണ്ടാകും. കളിക്കാർ ചമ്രം പടിഞ്ഞിരിക്കരുത്, കാൽമുട്ട് നിലത്തു കുത്താതെ കുന്തിയിരിക്കണം. കവിടിയെറിയുമ്പോൾ കളിക്കാരുടെ തലയുടെ ഉയരത്തിനു മേലെയായിരിക്കണം. എതിരാളിയെ മോശമായ പരാമർശത്താൽ ആക്ഷേപിക്കരുത് എന്നിങ്ങനെ 15ഓളം നിബന്ധനകളും തായംകളി മത്സരത്തിനുണ്ട്. കളി തുടങ്ങുന്നതിനു മുൻപേ കാഴ്ചക്കാർ ബാരിക്കേഡിന് മുൻപിൽ സ്ഥലം പിടിക്കും. 2 വർഷം മുൻപ് വരെ കവുങ്ങുകൊണ്ടുള്ള ബാരിക്കേഡുകളായിരുന്നു. കളി മുന്നേറുമ്പോൾ ആളുകൾ ബാരിക്കേഡിൽ അടിച്ചും കൈയമർത്തിയും ആവേശം കാണിക്കാൻ തുടങ്ങിയതോടെ അത് മുറിഞ്ഞു വീഴുന്ന സ്ഥിതിയായി. അതോടെ ഇരുമ്പിന്റെ ബാരിക്കേഡാക്കി. പണ്ടുകാലത്ത് പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിലായിരുന്നു തായം കളിയെങ്കിൽ ഇന്ന് സ്പോട്ട്ലൈറ്റ് വരെയായി. പുല്ലാനിക്കുന്നത്ത് കുഞ്ഞുമോൻ, തേറ്റിൽ മോഹനൻ, പുത്തറ ശിവശങ്കരൻ തുടങ്ങിയ പഴയകാല കളിക്കാരിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട പുതുതലമുറയിലെ കളിക്കാർ ആവേശപൂർവ്വമായാണ് തായംകളി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മനസ്സിൽ വിചാരിച്ച അക്കം കവടിയെറിഞ്ഞു വീഴ്ത്താൻ ശേഷിയുള്ളവരായിരുന്നു പഴയകാല കളിക്കാർ. വീറും വാശിയുമായി കളിയരങ്ങുകളിൽ ചെറുപ്പക്കാരും സജീവമായി തന്നെയുണ്ട്. ഇക്കുറി 32 ടീമുകളാണ് മത്സരത്തിന് അണിനിരക്കുന്നത്. 1ാം സമ്മാനം 20,000 രൂപയും 2ാം സമ്മാനം 10,000 രൂപയും 3ാം സമ്മാനം 5,000 രൂപയും കൂടാതെ ഓണക്കോടിയും ട്രോഫിയും സമ്മാനമായി നൽകും. കാലം ബഹുദൂരം മുന്നോട്ടു പോയെങ്കിലും കണ്ടാണശ്ശേരിയിൽ തായം കളിയുടെ പെരുമ നഷ്ടപ്പെടുന്നില്ല എന്നതാണ് കളിപ്പന്തലും കളിപ്രേമികളും സാക്ഷ്യപ്പെടുത്തുന്നത്. ലൈംഗികാരോപണത്തിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കുക എന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കേച്ചേരി സെൻട്രൽ നടത്തിയ പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം CPM കേച്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ഫഹദ് മുസ്തഫ അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KS സൈഫുദ്ദീൻ, കേച്ചേരി മേഖലാ സെക്രട്ടറി സച്ചിൻ പ്രകാശ്, മേഖലാ ട്രഷറർ VA നിസാം എന്നിവർ സംസാരിച്ചു. മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PM സഹല, PK അജാസ്, AS സനൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി.
പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ക്യാൻസർ രോഗ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പ് ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മലങ്കര ഹോസ്പിറ്റൽ സെക്രട്ടറി KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ അനു ഉമ്മൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എലിസബത്ത് ജോസ് ക്യാൻസർ രോഗ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ചടങ്ങിൽ KP സാക്സന് ഇടവകയുടെ ഉപഹാരം സമ്മാനിച്ചു. തുടർന്ന് മർത്തോമ സ്കൂളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, ഓർത്തോ, പൾമനോളജി, ഓങ്കോളജി എന്നീ വിഭാഗങ്ങളിൽ പരിശോധനകളും മരുന്ന് വിതരണവും ഒരുക്കിയിരുന്നു. നിരവധി പേർ പങ്കെടുത്ത ക്യാമ്പിന് പള്ളി ട്രസ്റ്റി ജസ്റ്റിൻ പോൾ ചെറുവത്തൂർ, കൈസ്ഥാന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള പ്രവാസി സംഘം കുന്നംകുളം ഏരിയ സമ്മേളനം നടന്നു. ചാട്ടുകുളം ഇട്ടിയച്ചൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം PK വിജയസേനൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. ഏരിയ പ്രസിഡന്റ് UV അനിൽ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK കൃഷ്ണദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം സുലൈഖ ജമാൽ സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി അബൂബക്കർ മേലയിൽ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശാലിനി രാമകൃഷ്ണൻ, മോഹൻദാസ് എലത്തൂർ, സംഘാടക സമിതി ചെയർമാൻ K കൊച്ചനിയൻ, PM സുരേഷ്, KB ഷിബു, KK സതീശൻ, CK ലിജീഷ് എന്നിവർ സംസാരിച്ചു. 13 മേഖലകളിൽ നിന്നുള്ള 130 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദേവമാതാവിന്റെ ജനനപ്പെരുന്നാളിന്റെ ഭാഗമായി ഒരുക്കധ്യാനം നടത്തി. ശനിയാഴ്ച വൈകിട്ട് നടന്ന സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന ധ്യാനം സെന്റ് ജോൺസ് മിഷൻ ധ്യാനകേന്ദ്രത്തിലെ ജോണി തോളേലി നയിച്ചു. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് പെരുന്നാൾ ആഘോഷം. 8 ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പകൽ ധ്യാനയോഗം, വൈകിട്ട് സന്ധ്യാനമസ്കാരം, ഗാനശുശ്രൂഷ, 8 നോമ്പ് സുവിശേഷയോഗം എന്നിവ നടക്കും. പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യൂയാക്കിങ് മോർ കുർലോസ് ബാവ, ബസേലിയോസ് പൗലോസ് ദിദിയൻ ബാവ എന്നിവരുടെ അനുസ്മരണവും നടക്കും. 6 ദിവസങ്ങളിൽ വൈകിട്ട് 7-ന് സുവിശേഷ മഹായോഗം, 5-ാം തീയതി രാത്രി 9-ന് മുട്ടുകുത്തൽ വഴിപാട്, 7-ാം തീയതി രാത്രി 7-ന് പ്രസിദ്ധമായ 8 നോമ്പ് റാസ, ദൈവമാതാവിന്റെ വിശുദ്ധ സുനോറോ വണക്കം, അത്താഴ സദ്യ എന്നിവ നടക്കും. 8-ന് രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവയും നടക്കും. ധ്യാനത്തിന് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ അംഗത്വം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. പാർട്ടി ഓഫീസ് പരിസരത്തും ആരംഭിച്ച പ്രകടനം ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന യോഗം SFI ജില്ലാ കമ്മിറ്റി അംഗം PA യശ്വന്ത് ഉദ്ഘാടനം ചെയ്തു. മേഖലാ ട്രഷറർ അനുമോൻ C തമ്പി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മേഖലാ സെക്രട്ടറി VS ലെനിൻ, KK ഷമീർ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ശിവാനി, സുജിത്ത്, അനിരുദ്ധ്, കെനോൺ, സിജോ, അഖിൽ ബാബു, അജ്മൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാൽനൂറ്റാണ്ട് കാലമായി ചെണ്ടയുടെ താളത്തിൽ തന്റെ ജീവിതം സമർപ്പിച്ച ചാലിശ്ശേരി സ്വദേശി PJ പ്രജോഷിന് യുവവാദ്യ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് നാടിന് അഭിമാനമായി. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി യുവവാദ്യ പ്രതിഭ പുരസ്കാരത്തിനാണ് പ്രജോഷ് അർഹനായത്. ഗുരുവായൂർ മേഖല ഉൾപ്പെടുന്ന കുന്നംകുളം, കടവല്ലൂർ, കാട്ടകമ്പാൽ, ചാലിശ്ശേരി, പോർക്കുളം, കടങ്ങോട്, നാഗലശ്ശേരി, തിരുമിറ്റക്കോട് എന്നീ പഞ്ചായത്തുകളിൽ നിന്നാണ് പ്രജോഷിനെ യുവ വാദ്യപ്രതിഭയായി തെരഞ്ഞെടുത്തത്. തൃശൂരിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര വാദ്യകലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് പുൽപ്പള്ളി വാസുവാര്യർ പുരസ്കാരം സമർപ്പിച്ചു. 12-ാം വയസ്സിൽ മുലയമ്പറമ്പത്ത് ക്ഷേത്രത്തിൽ വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ ശിക്ഷണത്തിലാണ് ചെണ്ട പഠനം പഠിച്ചതെന്നും തൃപ്പങ്ങോട് പരമേശ്വരൻ മാരാർ, ഇരിങ്ങപ്പുറം ബാബു എന്നിവർ ചെണ്ടയിൽ മികച്ച പരിശീലനം നൽകിയ ഗുരുക്കന്മാരാണെന്നും പ്രജോഷ് പറഞ്ഞു. കഥകളി കലാകാരനായിരുന്ന മുത്തശ്ശൻ കേളുണ്ണി നായരോടൊപ്പം പലപ്പോഴും മുലയമ്പറമ്പത്ത് ക്ഷേത്രത്തിലേക്ക് പോകുമായിരുന്നു. അവിടുത്തെ ഉത്സവങ്ങളിൽ മുഴങ്ങുന്ന വാദ്യമേളങ്ങളുടെ താള മാധുര്യമാണ് ബാല്യകാല മനസ്സിൽ ചെണ്ടവാദ്യത്തോട് ഏറെ ഇഷ്ടം തോന്നിച്ചത്. ചാലിശ്ശേരി മുലയമ്പറമ്പത്ത് അമ്പലത്തിൽ പോക്ക് തുടങ്ങിയിട്ടാണ് എനിക്ക് ഒട്ടു പഠിക്കാൻ ഒരു ആഗ്രഹം വന്നു തുടങ്ങി. അത് 12-ാം വയസ്സിൽ 8 വയസ്സ് മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ അമ്പലത്തിൽ പോക്ക് തുടങ്ങി. അപ്പോൾ അവിടുത്തെ ചുറ്റുവിളക്കിൻ്റെ മേളവും തായമ്പിയൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ കൊട്ടിനോടുള്ളൊരു കമ്പം തുടങ്ങി. പിന്നെ അവിടുന്ന് പഠിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി. ഇപ്പോൾ 25 വർഷമായി ഈ ചെണ്ടവാദ്യ കലാരംഗം. പഠന കാലയളവിൽ പെരിങ്ങോട് പഞ്ചവാദ്യ സംഘത്തോടൊപ്പം കലാരംഗത്ത് പ്രവേശിച്ചു. സംസ്ഥാന കലോത്സവത്തിൽ
പെരിങ്ങോട് പഞ്ചവാദ്യ സംഘത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ടീമിൽ അംഗമായത് ജീവിതത്തിലെ അഭിമാനകരമായ നേട്ടമായി. സ്കൂൾ കാലഘട്ടത്തിലും ക്ഷേത്രവേദികളിൽ അരങ്ങേറ്റം നടത്തി ആത്മവിശ്വാസം നേടിയെടുത്തു. സ്വന്തം കഴിവും സമർപ്പണവും അടുത്ത തലമുറയെ വളർത്തുന്നതിൽ സജീവമായതോടെ ഗുരുവിന്റെ സ്ഥാനവും നിറവേറ്റുന്ന 37-കാരൻ വാദ്യകലയുടെ പാരമ്പര്യം പിന്തുടരുകയാണ്. പെരുമ്പിലാവ് ആൽത്തറ അയ്യപ്പൻകാവ്, പുറ്റേക്കര നെയ്തലക്കാവ് ക്ഷേത്രം, പെരിങ്ങോട് അയ്യങ്കുളങ്ങര ക്ഷേത്രം എന്നിവിടങ്ങളിലും ചാലിശ്ശേരി സഹയാത്രാ ഭിന്നശേഷി കുട്ടികൾക്കും ചെണ്ടവാദ്യത്തിൽ പരിശീലനം നൽകി വരുന്നുണ്ട്. ഇതുവരെ 50-ൽ പരം വിദ്യാർത്ഥികൾ പ്രജോഷിന്റെ കൈകളിൽ നിന്നും ചെണ്ടയുടെ താളപാഠങ്ങൾ സ്വന്തമാക്കി അരങ്ങേറ്റം കുറിച്ചു. കഴിഞ്ഞ 20 വർഷമായി ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് വാദ്യ കലാക്ഷേത്ര സംഘത്തിലെ അംഗം കൂടിയാണ് ഏവരും സ്നേഹത്തോടെ പ്രജു എന്ന് വിളിക്കുന്ന പ്രജോഷ്. മഹാരാഷ്ട്ര, രാജസ്ഥാൻ, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലും മേളം അവതരിപ്പിച്ചിട്ടുണ്ട്. അമ്മ ഉഷാദേവിയും കുടുംബവും സുഹൃത്തുക്കളും ശിഷ്യരും ഗ്രാമവും പുരസ്കാര നിറവിന്റെ ആഹ്ലാദത്തിലാണ്. ചാലിശ്ശേരി ആലിക്കര പറയത്ത് വളപ്പിൽ ജയചന്ദ്രൻ ഉഷാദേവി ദമ്പതികളുടെ മകനാണ്. സഹോദരൻ പ്രശാന്തും ചെണ്ട കലാകാരനാണ്. അങ്കണവാടി അധ്യാപിക സൗമ്യ ഭാര്യയാണ്. ലോഹിത്, ലാർബിക, ലക്ഷിത് എന്നിവർ മക്കളാണ്. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന സംസ്ഥാന പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായ വേലൂരിലെ അർണോസ് ഭവനം സംരക്ഷിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഇരുട്ടുകൊണ്ട് ഓട്ടടക്കൽ നയം ഉപേക്ഷിക്കണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PP യേശുദാസ് ആവശ്യപ്പെട്ടു. നിലവിൽ പൂർണ്ണമായും തകരാറിലായ ഈ കെട്ടിടം ഓടിറക്കി മുഴുവൻ പൊളിച്ചു പണിയേണ്ട സ്ഥിതിയിലാണ്. എന്നാൽ വിവിധ സംഘടനകളുടെ നിരന്തരമായ സമരങ്ങൾക്കൊടുവിൽ ഇപ്പോൾ കെട്ടിടത്തിന്റെ പണി തുടങ്ങിയെങ്കിലും താഴത്തെ നിലയിലെ മരത്തട്ടുകൾ മാത്രം പൊളിച്ചു പണിയാനുള്ള കരാറാണ് സർക്കാർ അംഗീകരിച്ച് പണി ആരംഭിച്ചത്. ഇത് തികച്ചും ദൗർഭാഗ്യകരവും അർണോസ് സ്മാരകങ്ങളോടുള്ള അവഹേളനവുമാണെന്നും കെട്ടിടത്തിന്റെ ദുർബലാവസ്ഥ പരിഹരിക്കുന്ന തരത്തിൽ പൂർണ്ണമായ നവീകരണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് വീണ്ടും സമരരംഗത്തേക്ക് കടന്നുവരുമെന്നും കോൺഗ്രസ് ഭാരവാഹികളായ PP രാമചന്ദ്രൻ, ജോജു പനക്കൽ, സൈമൺ ഒലക്കെങ്കിൽ, ബാസ്റ്റിൻ നീലങ്കാവിൽ തുടങ്ങിയവർ അറിയിച്ചു. 5 വർഷത്തെ ചിട്ടയായ പഠനം. MSc മറൈൻ ടെക്നോളജിയിൽ യൂണിവേഴ്സിറ്റി 1ാം റാങ്ക് നേടി PM അഭിരാമി. സ്ഥിരമായ കഠിനാധ്വാനം, ചിട്ടയായ പഠനരീതി, കുടുംബത്തിന്റെയും അധ്യാപകരുടെയും അചഞ്ചലമായ പ്രോത്സാഹനം ഇവയാണ് ഇന്റഗ്രേറ്റഡ് MSc മറൈൻ ബയോളജി വിഭാഗത്തിൽ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് നേടാൻ കാരണമായതെന്ന് അഭിരാമി പറയുന്നു. അപ്പോൾ അവിടെ എൻ്റെ ഒരു മാമായിരുന്നു ഫസ്റ്റ്, അർച്ചന മാം എന്ന് പറഞ്ഞിട്ടൊരു മാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാമാണ് എന്നോട് ഇങ്ങനെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ PG കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ റാങ്ക് ഹോൾഡർ ആവാം, ഫസ്റ്റ് റാങ്ക് കിട്ടും, അത് ഗവർണറാണ് തരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് എനിക്ക് മൈൻഡിലൊന്ന് കയറിയതാണ്. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഫാമിലിയുടെ സപ്പോർട്ട്, ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻലി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എൻ്റെ സ്റ്റാഫുകളെല്ലാം, എൻ്റെ പ്രൊഫസേഴ്സും പിന്നെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റെല്ല മാം എന്നൊരു മാം ഉണ്ടായിരുന്നു. മാം വളരെ സപ്പോർട്ടീവായിരുന്നു. പിന്നെ ഇപ്പോഴുള്ള പുതിയ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എല്ലാവരും. സോ അവരൊക്കെ കൂടിയിട്ടാണ് എന്നെ നന്നായി ഹെൽപ്പ് ചെയ്തത് കിട്ടാൻ വേണ്ടി. തമിഴ്നാട് കാരേക്കുടി അളഗപ്പ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അഭിരാമി റാങ്ക് നേടിയത്. PG കോഴ്സ് മറൈൻ ബയോളജി ആയിരുന്നു. +2 ശേഷമുള്ള 5 വർഷത്തെ പഠനമാണ് കുന്നുകുളം കക്കാട് സ്വദേശിനി അഭിരാമിക്ക് റാങ്ക് നേടിക്കൊടുത്തത്. അവളൊരു ഓർഡിനറി സ്റ്റുഡൻ്റ് ആയിരുന്നു. 8ാം ക്ലാസ്സിന് ശേഷമാണ് അവൾക്ക് ശരിക്കും എന്തെങ്കിലും ഒന്ന് പഠിച്ച് നമ്മൾ മുന്നോട്ട് വരണമെന്നുള്ളൊരു ആഗ്രഹം വന്നു. അത് തൊട്ടിട്ട് അവൾ ഈ MSc കഴിഞ്ഞവരിക്കും നല്ല പഠനവും അധ്വാനമായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ പഠിച്ചാൽ നിനക്ക് ഭാവിയിൽ നന്നാവും, റാങ്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സൗകര്യം. ഞാനങ്ങനെ സിമ്പിളായിട്ട് പറയും. കൂടുതൽ അമ്മയും മകളുമായിട്ടാണ് നല്ല പ്രിപ്പറേഷനായിട്ട് അവൾ ഇന്ന് ഈ ഒരു ഫസ്റ്റ് റാങ്ക് നേടിയെടുത്തത്. ചെറുപ്പം തൊട്ടേ കടലിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള കൗതുകം അഭിരാമിയിലുണ്ടായിരുന്നു. അതേ കൗതുകവും ആകാംക്ഷയുമാണ് റാങ്കിലേക്ക് നയിച്ചത്. പൊതുവേ മറൈൻ റിലേറ്റഡ് കടൽ സംബന്ധമായിട്ടുള്ള കോഴ്സ് ആയതുകൊണ്ട് എനിക്കതൊരു ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 12th കഴിഞ്ഞ് ഏത് കോഴ്സ് എടുക്കണം എന്നിങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു കോഴ്സായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ കാരണം അളഗപ്പ യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൂടുതൽ
ഫീൽഡ് വർക്കും പ്രാക്ടിക്കലും ആണ് കൂടുതലുള്ളത് തിയററ്റിക്കലിനേക്കാളും. അതുമാത്രമല്ല ഞങ്ങൾക്ക് സ്ക്യൂബ ഡൈവിംഗ് അഡീഷണൽ കോഴ്സായിട്ട് കമ്പൽസറി കോഴ്സായിട്ട് വെക്കുന്നുണ്ട്. സോ അത് കടൽ സംബന്ധമായി കുറച്ച് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ അതും ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. റാങ്ക് ലഭിച്ചതോടെ തുടർ പഠനത്തിനായുള്ള പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിലാണ്. ശാസ്ത്രജ്ഞയാവാനാണ് തന്റെ ആഗ്രഹമെന്ന് അഭിരാമി CCTVയോട് പറഞ്ഞു. ഇത് കഴിഞ്ഞ് എനിക്ക് എക്സാംസ് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നല്ലോ. സോ എനിക്കൊരു സയൻറ്റിസ്റ്റ് അങ്ങനെ ആവണമെന്നാണ് എനിക്ക് താല്പര്യം. ധാരാളം ഫീൽഡ് ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ഒരു റിസർച്ചർ ആവണം, എന്നിട്ടൊരു സയൻറ്റിസ്റ്റ് ലെവലിലേക്ക് പോകണം എന്നാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി മുതൽ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. കുടുംബത്തിന്റെയും അധ്യാപകരുടെയും വലിയ പ്രോത്സാഹനവും പിന്തുണയും കരിയറിന് ഗുണം ചെയ്യുന്നുവെന്നും റാങ്ക് ജേതാവ് കൂട്ടിച്ചേർത്തു. കക്കാട് മാധവൻ വീട്ടിൽ B. വിജയമാധവൻ CM വീണ ദമ്പതികളുടെ മകളാണ് അഭിരാമി. കട്ടകമ്പാൽ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെ പഴഞ്ഞി ചെറുതുരുത്തി വാസുദേവൻ ശാന്തി മെമ്മോറിയൽ ശ്രീനാരായണ ഹാളിൽ നടന്ന ക്യാമ്പ് സേവാഭാരതി തൃശൂർ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഡോക്ടർ CB പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു. കട്ടകമ്പാൽ യൂണിറ്റ് ട്രഷറർ AK ഭരതൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ RSS ഗുരുവായൂർ ജില്ലാ സംഘചാലക് ഡോക്ടർ CG നന്ദകുമാർ സേവാ സന്ദേശം നൽകി. ശിവഗിരി മഠം ട്രസ്റ്റ് സ്വാമി അമേയാനന്ദ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KG ദിനേഷ് സ്വാഗതവും MG സുഗതൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന ക്യാമ്പിൽ നിരവധി പേർ രക്തഗ്രൂപ്പ് നിർണയവും രക്തദാനവും നടത്തി. പെരുമ്പടപ്പ് പഞ്ചായത്തിന്റെ സുപ്രധാന വികസന പദ്ധതികളിലൊന്നായ വലിയ കുളം നാട്ടുകാർക്കായി തുറന്നു നൽകി. 52 ലക്ഷം രൂപ വകയിരുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഫിൻ സ്വിമ്മിംഗിൽ 4 തവണ ദേശീയ തലത്തിൽ ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയ അയാൻ ജാസിർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P. നിസാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗദ അബ്ദുള്ള, വാർഡ് മെമ്പർമാരായ ഉണ്ണികൃഷ്ണൻ, ശാന്തകുമാരൻ, അജീഷ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വാർഡ് മെമ്പർ അഷ്റഫ് സ്വാഗതവും സക്കരിയ നന്ദിയും പറഞ്ഞു. കേരള ലേബർ മൂവ്മെന്റ് എളവള്ളി യൂണിറ്റിന്റെ 32ാം വാർഷികത്തിന്റെ ഭാഗമായി നിർധന കുടുംബങ്ങളിലെ വിധവകൾക്കും കിടപ്പ് രോഗികൾക്കുമുള്ള ഓണക്കിറ്റ് വിതരണം ആഗസ്റ്റ് 31-ന് നടക്കും. ഉച്ചയ്ക്ക് 2:30-ക്ക് എളവള്ളി സെന്റ് ആന്റണീസ് പാരിഷ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരൻ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കിറ്റ് വിതരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന സപ്ലിമെന്റിന്റെ പ്രകാശനം സെന്റ് ആന്റണീസ് ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ നിർവഹിച്ചു. KLM യൂണിറ്റ് പ്രസിഡന്റ് KM ആൻഡോ അധ്യക്ഷനായി. എളവള്ളി പഞ്ചായത്ത് അംഗം സീമ ഷാജു, KLM യൂണിറ്റ് ഭാരവാഹികളായ PI ഷാജു, ലോഫി റാഫേൽ, CK ജോയ്, സൈമൺ വടക്കൂട്ട്, ജോസ് ചുങ്കത്ത് എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി. അണ്ടത്തോട് തങ്ങൾപ്പടിയിൽ താമസിക്കുന്ന ചാകര വീട്ടിൽ മുനീർ മകൻ 17 വയസ്സുള്ള ഷാമോൻ എന്ന അമീർ ഷായെയാണ് കാണാതായത്. ശനിയാഴ്ച വൈകിട്ട് 4:30-യോടെ വീട്ടിൽ നിന്നും കടയിലേക്കെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ കുട്ടിയെ കാണാതാവുകയായിരുന്നു. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 95 39 39 39 08 മറ്റൊരു നമ്പർ 94 46 76 36 76 എന്നീ നമ്പറുകളിലോ അറിയിക്കേണ്ടതാണ്. അണ്ടത്തോട് ജുമാ മസ്ജിദിന് സമീപം കാലങ്ങളായി തകർന്നു കിടക്കുന്ന ദേശീയപാത സർവീസ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ SDPI അണ്ടത്തോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെൽമറ്റ് മാർച്ച് നടത്തും. വാഹനയാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്ന ഹൈവേ അധികൃതരുടെ നിരുത്തരവാദിത്വപരമായ സമീപനത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കാണ് പ്രതിഷേധ റാലി നടത്തുക. BJP ചൊവ്വന്നൂർ പഞ്ചായത്ത് 13ാം വാർഡ് സമ്മേളനം നടത്തി. BJP കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജി രാഘവൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി സുമേഷ് കളരിക്കൽ, വാർഡ് കൺവീനർ KB ബിജീഷ്, കോ കൺവീനർ CK സോമസുന്ദരൻ, വാർഡ് മെമ്പർ PU ശരത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചരമം നാടകരചയിതാവും സംവിധായകനുമായ ബാബു വൈലത്തൂരിന്റെ മാതാവ് മൂത്തേടത്ത് കുഞ്ഞപ്പു ഭാര്യ അമ്മിണി നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ കെമിറ്റോറിയത്തിൽ നടന്നു. ചന്ദ്രൻ, ശാരദ, ബാബു, വിനീഷ് എന്നിവർ മക്കളാണ്. കല്ലമ്പുറം ചാലിശ്ശേരി റോഡിൽ താമസിക്കുന്ന കൂത്തൂർ വീട്ടിൽ പരേതനായ വറതുട്ടി മകൻ ജോസഫ് നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പോർക്കുളം സെന്റ് ആദായി സ്ലീഹ പള്ളി സെമിത്തേരിയിൽ നടന്നു. ഷീബ ഭാര്യയും ജോബി, ജോസ് എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി കുറ്റിക്കാട്ട് പരേതനായ താത്തുള്ളി മകൻ ഷീമോൻ നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. മോളി ഭാര്യയും പീറ്റർ, റൂത്ത് എന്നിവർ മക്കളുമാണ്. കല്ലമ്പുറം ചരിത്ര നഗർ റോഡിൽ താമസിക്കുന്ന ചെറുവത്തൂർ പരേതനായ മാത്യു മകൻ
ജിജി നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ ചാലിശ്ശേരി സെന്റ് ഔഗിൻസ് പള്ളി സെമിത്തേരിയിൽ നടത്തും. മഞ്ജു ഭാര്യയാണ്. അലൻ, ആമി മരിയ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പുന്നിയൂർ അകലാട് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത മേൽപ്പാലത്തിന്റെ സുരക്ഷാ ഭിത്തിയുടെ സ്ലാബ് നിലം പതിച്ചു. വൻ അപകടം ഒഴിവായി ആവശ്യമായ സുരക്ഷാ നടപടികളില്ലാതെയും ബന്ധപ്പെട്ട കരാർ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെയുമാണ് തൊഴിലാളികളെ മാത്രം നിർത്തി പല സ്ഥലങ്ങളിലും പണികൾ നടക്കുന്നത് എന്ന് ആക്ഷേപം. ചാവക്കാട് മണത്തലയിൽ ട്രെയിലർ ലോറിയിൽ തട്ടി സ്കൂട്ടർ മറിഞ്ഞ അപകടം. സ്കൂട്ടർ യാത്രികൻ മരിച്ചു. എടക്കഴിയൂർ സ്വദേശി ഉണ്ണീൻ കണ്ടത്ത് വീട്ടിൽ 76 വയസ്സുള്ള അബ്ദുൽ ഖാദറാണ് മരിച്ചത്. രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും രാജ്യത്തെ പട്ടിണിക്കാരുടെ 1-ാം നമ്പറിലാക്കിയത് മോദിയുടെ ഭരണനേട്ടമാണെന്നും കെ രാധാകൃഷ്ണൻ MP KSRTE CITU തൃശൂർ ജില്ലാ സമ്മേളനം MP ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.